പശ്ചിമേഷ്യൻ മേഖലയിൽ 9 മാസമായി തുടരുന്ന USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിലെ സൈനികരുടെ മാനസികാരോഗ്യത്തെയും മോശം ജീവിത സാഹചര്യങ്ങളെയും കുറിച്ചുള്ള വാർത്തകൾ തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കപ്പലിലെ ജീവനക്കാരുടെ കുടുംബങ്ങൾ ആശങ്കയിലാണെന്ന മാധ്യമ റിപ്പോർട്ടുകൾ നിഷേധിച്ച ട്രംപ് ലിങ്കണിന് പകരം പുതിയ വിമാനവാഹിനി കപ്പൽ ഉടൻ പശ്ചിമേഷ്യയിലെത്തുമെന്നും അറിയിച്ചു. സാധാരണഗതിയിൽ 6 മാസമാണ് ഇത്തരം സൈനിക വിന്യാസങ്ങൾക്കായി നിശ്ചയിക്കാറുള്ളതെങ്കിലും ഇറാനെതിരായ യുദ്ധത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിലാണ് ദൗത്യം നീണ്ടുപോയതെന്ന് ട്രംപ് വ്യക്തമാക്കി. 2025 നവംബറിൽ കാലിഫോർണിയയിലെ സാൻ ഡിയാഗോയിൽ നിന്നാണ് USS എബ്രഹാം ലിങ്കൺ പുറപ്പെട്ടത്. ഫെബ്രുവരി 28-ന് ഇറാന് നേരെ നടന്ന സൈനിക നീക്കങ്ങളുടെ മുന്നോടിയായാണ് കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് മാറ്റി വിന്യസിച്ചത്. 250 ദിവസത്തിലേറെയായി സൈനികർ കരതൊടാതെ കടലിൽ കഴിയുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അബ്രഹാം ലിങ്കൺ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ പകരമായി മറ്റ് നാവികസേന വ്യൂഹത്തെ വിന്യസിക്കാനാണ് പെന്റഗണിന്റെ തീരുമാനം. കപ്പലിൽ കുടിവെള്ള ലഭ്യത കുറവും ബാത്റൂം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും നേരിടുന്നുണ്ടെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ചില നാവികർ കടലിലേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സൈനികരെ ഇരകളായി ചിത്രീകരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ ആവശ്യാനുസരണമാണ് കപ്പലിന്റെ ദൗത്യകാലാവധി നീട്ടിയത്. കപ്പലിലെ സൈനികരുടെ സൗകര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്ന് ആക്ടിംഗ് നേവി സെക്രട്ടറി ഹും കാവോ പറഞ്ഞു. എന്നാൽ ഭരണകൂടവും നാവികസേനയും ഈ ആരോപണങ്ങൾ തള്ളിക്കളയുമ്പോഴും കപ്പലിലെ യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്.